ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ എന്താ മക്കളെല്ലാവരും വർത്താനം സുഖമല്ലേ? എനിക്കും സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല. റാഹത്തിൽ അങ്ങനെ തട്ടി മുട്ടിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വർത്താനം എന്താ സുഖമല്ലേ? 2026 എങ്ങനെയുണ്ട്? 2026 ഫസ്റ്റത്തെ വീഡിയോ കേട്ടോ. അത് ഭയങ്കര ചരിത്രം കേട്ടോ. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചരിത്ര വീഡിയോ കേട്ടതും. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ എടുക്കാൻ കരുതി. രാവിലെയൊക്കെ വീഡിയോ എടുക്കാൻ മടിയായിരുന്നു. അപ്പോൾ പിന്നെ പകുതിക്കൊന്നും അങ്ങോട്ട് എടുക്കൽ തുടങ്ങി. അങ്ങനെ പിന്നെ പോണ പോക്കതാ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ കേട്ടോ പോകണം. മിഥുനെ മദ്രസയിൽ നിന്ന് കൂട്ടിയിട്ട് അങ്ങനെ പോവാട്ടോ. അങ്ങനെ ഞങ്ങളെ ചായയുടെയൊക്കെ കഴിഞ്ഞത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് അപ്പോൾ എടുക്കാമെന്നൊക്കെ ഞങ്ങൾക്ക് എന്തായാലും വയ്യെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പോണ പോക്കിൽ മിഥുന് പിന്നെ ചായയും കടിയൊക്കെ അമ്മ പെരയിന്ന് ഇങ്ങനെ പാത്രത്തിലാക്കി എടുത്തൊക്കെ എന്നിട്ടാ മസാല ദോശയൊക്കെ എന്നിട്ടാ. അപ്പോൾ ഓൻ അങ്ങനെ കാറിലിരുന്നിട്ട് അങ്ങനെ ചായ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ പെരയിൽ നിന്ന് ചായ അടിച്ചിറങ്ങിയതാണല്ലോ. അങ്ങനെ പിന്നെ എന്തായാലും ഓൻ നന്നായിട്ട് അവിടെ ഇരുന്ന് ചായ അടിച്ചിട്ടാട്ടോ. കാരണം എന്താ വെച്ചാൽ ഓൻ രാവിലെ മദ്രസക്ക് പോയപ്പോൾ അങ്ങനെ കള്ളിച്ചായ കുടിച്ചിട്ടാണ് പോക്ക്. ചായയും കടി അപ്പോൾ ഓൻ കുടിച്ചില്ല. അപ്പോൾ ഓൻ പറഞ്ഞിനി ഞാനും ഉണ്ട് നിങ്ങൾ വൈത്താലം എന്ന് പറഞ്ഞാൽ വൈത്താലം കയറി കൂടിയതാട്ടോ. അപ്പോൾ പിന്നെ ഓനക്കുള്ള ചായയും കടിയൊക്കെ അമ്മ പാക്കാക്കി പോകുന്നതേ. അങ്ങനെ പിന്നെ തിരൂരെത്താൻ നേരത്ത് ഇങ്ങനെ എണ്ണ അടിച്ചാൻ വേണ്ടി ഒരു പമ്പ് കയറിയിട്ടാ. അങ്ങനെ എണ്ണ അടിച്ചാട്ടോ. ഇങ്ങനെ പിന്നെ മുന്നിൽ തന്നെ കയറിയിരുന്നിട്ട് പൈസ കൈകാര്യം ചെയ്യുന്ന ആൾ ഓനാട്ടാ. അങ്ങനെ പിന്നെ എണ്ണടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നിട്ട് പിന്നെ തിരൂർ പോയിട്ട് ഉമ്മാനെ എടുക്കാണ്ട്. അങ്ങനെ പിന്നെ ഉമ്മാനെ എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് പോവാൻ. അങ്ങനെ പിന്നെ എന്തായാലും ഉമ്മയും പോന്ന്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക 4-5 ആൾക്കാരെങ്ങനെ പോവാട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനെ പോയി എവിടെയൊക്കെ പോകണമെന്നൊക്കെ എന്തായാലും അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഹലോ, ജീവിതത്തിൽ വലിയൊരു ചരിത്രം കേട്ടോ. ചരിത്രം വെച്ചാലും 2026 തുടക്കത്തിൽ തന്നെ സൂചിമ ഇട്ടാ തുടങ്ങിയത്. അങ്ങനെ പിന്നെ എന്തായാലും സൂചി കുത്താൻ പോകാനുള്ള കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും പോണ പോക്കിൽ ഇങ്ങനെ ഒരു പാലത്തമ്മ കൂടെ ഒക്കെ കയറി ഇറങ്ങി വേണം കേട്ടോ പോവാൻ. അങ്ങനെ കൊണ്ട് എത്തിക്കിട്ടാൻ കുറച്ച് പണിയാട്ടോ. അങ്ങനെ അത് പാങ്ങുന്നതായോട്ടോ അത്ര ലോങ് ആയിട്ടും. അപ്പോൾ എവിടെ വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്, താന്നൂർ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ആപ്പാപ്പ ഞങ്ങളവിടെ ഇറക്കി തന്നിട്ട് പിന്നെ ആപ്പാപ്പ അങ്ങനെ വണ്ടി നിർത്തിയിടാൻ വേണ്ടി പോവുകയെന്ന് കേട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിന് മുന്നിൽ ഇറക്കി. ഇവിടെ പാർക്കിംഗ് ഏരിയ ആയിട്ട് രാവിലെ ആയതുകൊണ്ട് പിന്നെ വലിയ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കേക്കാരം. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പെരയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ എത്തി. പിന്നെ എന്താണ് സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനൊക്കെ ആദ്യം ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടി പോയിട്ട് സ്കാനിങ്ങിൻ്റെ അവിടെ പോയിട്ട് ആദ്യം ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പിന്നെ എന്താ പറയുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേന്ന് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് പിന്നെ വലിയ തിരക്കില്ല കേട്ടോ എവിടെയും. നേരത്തെ കാലത്ത് എത്തിയാലും നേരത്തെ കാലത്ത് പെരേക്കാവും. അല്ലെങ്കിൽ പിന്നെ കുറേ ടൈം ഇവിടെ നിൽക്കേണ്ടി വരും. അങ്ങനെ സൂചിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയും ബേജാറൊക്കെ ഉണ്ടായത് കേട്ടോ. പേടിയുണ്ടോ ചോദിച്ചാൽ പേടിയില്ല കേട്ടോ. പിന്നെ എന്താ ടെൻഷൻ എന്താ വെച്ചാൽ 2026 1-ാം തീയതി രാവിലെ തന്നെ കേട്ടോ അപ്പോൾ ഈ സൂചി കുത്തിക്കയറ്റാണ്. ആ ഒരു കാര്യത്തിലാണ് കേട്ടോ ടെൻഷൻ. ഇപ്പം ഇക്കൊല്ലം മുഴുവൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവുമോ എന്നുള്ളത് കേട്ടോ. ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ തന്നെ ആയിക്കാരം. എന്നാലും എന്തോ ഒരു ടെൻഷൻ. പിന്നെ സൂചി കുത്തണ കാര്യത്തിൽ അങ്ങനെ പേടി ബേജാറ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ പണ്ടേ ഇല്ല കേട്ടോ. അങ്ങനെ ചെറുപ്പത്തിലൊന്നും ഒക്കെ അങ്ങനത്തെ പേടി ബേജാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സൂചി കുത്തുമ്പോൾ ഒന്നും ഞാൻ സൂചി കുത്തണ നോക്കി അങ്ങനെ ഇരിക്കും കേട്ടോ. ആ ഒരു മെയിനായിട്ടാണ് എനിക്കും. പിന്നെ എങ്ങനെ വെച്ചാലും എന്തായാലും രാവിലെ തന്നെ സൂചിയൊക്കെ കുത്തി കയറ്റിയിട്ട് ചോര മുഴുവൻ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞാനും സൂചി കുത്തണ നോക്കി കേട്ടോ. അങ്ങനെ പറയട്ടെ ഇളക്കല്ലേ അറിയുന്നുണ്ട് കേട്ടോ. ഞാനൊരു കൈക്ക് എൻ്റെ ഫോണുണ്ട്, ഒരു കൈക്ക് ഇങ്ങനെ സൂചി കുത്തില്ലേ. അങ്ങനെ പിന്നെ എന്തായാലും സൂചിയൊക്കെ കുത്തി എൻ്റെ ചോരയൊക്കെ ഊറ്റിയെടുത്തിട്ടാ. പിന്നെ ഡോക്ടർമാർ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്താലേ എന്താ കാര്യം എന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് സ്കാനിങ്ങിൻ്റെ അവിടെ ബുക്ക് ചെയ്തിട്ട് പോയതായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തിരക്കൊക്കെ ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. ഞങ്ങൾ ബുക്ക് ചെയ്യാൻ വന്നപ്പോൾ വല്ലാതെ ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ മുൻകൂട്ടി ആദ്യം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെന്നിട്ട് നമുക്ക് ടോക്കൺ തരുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ടോക്കണൊക്കെ ടോക്കൺ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആദ്യം നമുക്ക് ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടാട്ടോ പിന്നെ നമുക്ക് ടോക്കൺ തരുള്ളൂ. അത് എന്താ അങ്ങനെ വെച്ചാൽ അത് പലതരം സ്കാനിങ്ങിന് പലതരം ഇതായിക്കാരം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഈ സ്കാനിങ്ങിന് അങ്ങനെ ഫോം ഫില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ടോക്കനൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഞങ്ങൾ പോകുന്നുണ്ട്. കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ വെയിറ്റിംഗ് ഉണ്ടാവും. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ അസ്വസ്ഥത കേട്ടോ, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും തിന്നാണ് കേട്ടോ. അങ്ങനെ തിന്നാൻ വേണ്ടി വന്നപ്പോൾ ചൊന്നും വേണ്ട കേട്ടോ. ക്യാൻറ്റീൻ കണ്ടപ്പോൾ തന്നെ ചൊന്നും വേണ്ട. അങ്ങനെ മിഥുന് പിന്നെ വെള്ളം വേഗം കൊടുത്ത് ഞാൻ പിന്നെ അവിടെ മാങ്ങച്ചാറ് കണ്ടപ്പോൾ ഒരു പൂതിയായപ്പോൾ ഞാൻ പറക്കുന്ന മാങ്ങച്ചാറ് മതിയാറ് കേട്ടോ. എനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ മറ്റേ മാങ്ങച്ചാറ് വേഗം തിന്നിട്ടോ. പിന്നെ ഉള്ള വലിയ അച്ചാറുകളൊക്കെ കേട്ടോ. അതൊക്കെ നമുക്ക് കഞ്ഞിക്കും ചോർക്കൊക്കെ എടുക്കാൻ പറ്റിയ വലിയ പാക്കറ്റ് അച്ചാറുകൾ. ഞാൻ പറഞ്ഞാൽ ഒന്നും വേണ്ട, ഉറുപ്പ്യൻ്റെ അച്ചാർ മതിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഉറുപ്പ്യൻ്റെ അച്ചാറൊക്കെ വേഗം തന്ന് പിന്നെ മിഥു കുടിച്ചാൽ വെള്ളം കുടിച്ചാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ആ വെള്ളം ഒന്നും ഇപ്പോൾ കുടിച്ചാൻ പറ്റില്ല. അത് കാരണം അങ്ങനെ വെള്ളം അറുത്ത് അങ്ങനെ ഉണ്ട് പോകുന്നത്. അപ്പോൾ എന്നെ അങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ.
പക്ഷെ എന്താ ചെയ്യുക, അപ്പം കുടിച്ചത് നോക്കി നിൽക്കാന്നല്ലാതെ യാതൊരു നിവൃത്തിയില്ല. ഞാൻ ഈ വെള്ളത്തിൻ്റെ ഒരു അഡിക്റ്റ് ചെയ്തിട്ടോ, ടീലോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളെന്ന് ഇട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഓൻ കുടിച്ചിട്ട് വെള്ളത്തിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടം ടീലോ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവൻ്റെ കുടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ അവനെ കുടിച്ചിട്ട് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായാലും അവൻ്റെ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുപ്പിയൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിനുള്ളിൽ കയറിയപ്പോൾ അത് അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ അങ്ങോട്ട് രാവിലെ വന്നാലേ കഴിച്ചലാവാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ എന്തായാലും സ്കാനിങ് ഒക്കെ എടുത്ത് റിപ്പോർട്ടൊക്കെ കിട്ടി. പിന്നെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തിന്നാൽ ചായ അടിച്ച് വെച്ചിട്ട് അങ്ങനെ കൊണ്ട് പോകുന്നതാട്ടെ. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ ചായ അടിച്ചിരിക്കുന്ന ഇടയിൽ ലാലു വന്നിരുന്നിട്ട്. ലാലു കടയിൽ പോയതേന്ന്. പിന്നെ എൻ്റെ അമ്മ പെരയിൽ നിന്ന് പോന്നപ്പോൾ തന്നെ കണ്ടറിഞ്ഞ് 2 ലിറ്ററിൻ്റെ കുപ്പിയിൽ വെള്ളം എടുത്തിട്ടാണ് പോന്നിരിക്കുന്നത്. കാരണം പുറത്തുനിന്ന് വെള്ളം വാങ്ങി കുടിച്ചണ്ടാറിട്ട്. അപ്പം തന്നെ എൻ്റെ അമ്മേനോട് പറഞ്ഞാണ് ആ വെള്ളക്കുപ്പി എടുക്കണ്ട താങ്ങി നടക്കേണ്ടി വരും. അപ്പം എൻ്റെ അമ്മ പുറത്തുനിന്ന് വെള്ളം കുടിച്ചണ്ട, അങ്ങനെ ഇപ്പോൾ പല അസുഖങ്ങളാണല്ലോ, മഞ്ഞപ്പിത്തം അത് ഇതൊക്കെ അല്ലേ. അങ്ങനെ പിന്നെ എന്തായാലും ഉമ്മ വെള്ളക്കുപ്പി കണ്ടറിഞ്ഞ് പെരയിൽ നിന്ന് എടുത്തിരുന്നിട്ട് അത് ഉമ്മയും ഇതൊക്കെ തന്നെ ഇട്ട മാറ്റും മറിച്ചും ഇങ്ങനെ പിടിച്ച് നടക്കണം. അങ്ങനെ പിന്നെ ഞാൻ 2 സമൂസൊക്കെ തിന്ന് ലൈം കുടിച്ച്. അങ്ങനെ ഉമ്മ പൊറാട്ടയും തിരൂരത്തെ അമ്മ പൊറാട്ടയും മീൻ കറിയൊക്കെ ആയിട്ടാണ് കൂട്ടി. ഞങ്ങൾ പിന്നെ സമൂസയും കാര്യങ്ങളൊക്കെ കൂട്ടി. ചായടി ഇതൊക്കെ കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റും കിട്ടിയതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്കാനിങ്ങിലും കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് ടെസ്റ്റിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നപ്പോഴാണല്ലോ പെരുംജാതി തിരക്ക്. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട കാരണം ഞങ്ങൾക്ക് വേഗം കയറാൻ പറ്റിയിട്ടാണ്. ഞങ്ങൾ ചെന്ന സ്പോട്ടിൽ തന്നെ ഡോക്ടറെ കാണാൻ പറ്റി. അങ്ങനെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ എഴുതി തന്ന് അങ്ങനെ പിന്നെ അങ്ങനെ എന്താ പറയുക, മരുന്ന് കിട്ടാനുള്ള വെയിറ്റിംഗ് ചെയ്യുന്നു കേട്ടോ. കാരണം ഇപ്പം നേരം 12 മണി ഒക്കെ ടൈം ആയിട്ടുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ പെരുംജാതി തിരക്കേക്കാരം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും മരുന്നൊക്കെ വാങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു സൂചി വെക്കണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ സൂചി വെപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. അങ്ങനെ പോന്ന് ലാലു നേരിട്ട് കടയിൽ തന്നെ പോവാട്ടോ. അങ്ങനെ ലാലുവിന് കടയിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ ലാലു അവിടുന്ന് പോന്നതേന്ന്. അങ്ങനെ ആപ്പാപ്പാനോട് ലാലു പോക്കൊക്കെ പറഞ്ഞു. ആപ്പാപ്പയുടെ കാറിലേന്ന്. അങ്ങനെ ആപ്പാപ്പാട് പോക്കൊക്കെ പറഞ്ഞ് ലാലു ഇങ്ങനെ എന്നോടും പോക്കൊക്കെ പറയട്ടാ. ലാലു കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നോട്. അങ്ങനെ ലാലു എന്നോട് പോക്കറിഞ്ഞ് ലാലു പോയിട്ടാ. പിന്നെ ഞങ്ങളും അവിടുന്ന് അങ്ങനെ പോന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പോന്നിട്ട് ഇപ്പോഴാട്ടോ ശരിക്കും സമാധാനമായത്. ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷൻ നിന്നിട്ട് എന്താണെന്ന് അറിയാനായിട്ടുള്ളൊരു ബേജാറായിരുന്നിട്ട്. എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട്. അങ്ങനെ പിന്നെ അവിടുന്നൊക്കെ ഇങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ പോയപ്പോൾ പാലും കയറി ഇറങ്ങിയിട്ടും അങ്ങനെയൊക്കെ വേണമെന്ന്. അങ്ങനെ എന്തായാലും പാലം കയറി ഇറങ്ങി അങ്ങനെ പോന്ന്. പിന്നെ ഇങ്ങനെ പോന്ന് എവിടെ എത്തി, തിരൂർ ഉമ്മാനെ ആക്കി കൊടുത്തിട്ടാ. ഉമ്മ പിന്നെ അങ്ങനെ അവിടെ തിരൂർ പെരയിൽ ഇറങ്ങി. ഞാൻ പിന്നെ ബാങ്ക് തന്നെ പോന്നിരിക്കുന്നിട്ട്. ഞാൻ ബാങ്കിലായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ബാങ്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പോരുന്ന വയ്ക്ക് എനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നോക്കുന്ന നല്ല പൂതി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെ നാട്ടിലാണല്ലോ നൊങ്കൊന്നും കാണാൻ തന്നെ കിട്ടണില്ല. നൊങ്കുണ്ടാവും പടപ്പറമ്പ് ഭാഗത്തൊക്കെ, പക്ഷെ ഞങ്ങൾ പോകുന്ന ടൈമിലൊന്നും നൊങ്കുണ്ടാവില്ല. അതങ്ങനെയാണല്ലോ, ആവശ്യമുള്ള നേരത്തെ ഒരു കുന്തും കിട്ടില്ലല്ലോ. അന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ പോകുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരു സംഭവമേ ആ ഭാഗത്ത് ഉണ്ടാവില്ല. കുറേ നീ നൊങ്കിന് വേണ്ടി ഇങ്ങനെ തിരഞ്ഞിടന്നു, പക്ഷെ ഞങ്ങളെ നാട്ടിൽ നിന്നൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോയി വരുമ്പോൾ അതേമാതിരി പുത്തന്താണി എത്തണീൻ്റെ മുന്നായിട്ട് കണ്ടിട്ടാ. അപ്പോൾ ആപ്പാ പറ അതാക്കണ നൊങ്ക് കാരണം. അങ്ങനെ പിന്നെ നൊങ്ക് അങ്ങ് വേണ്ടി പോയിട്ടാ. അങ്ങനെ 100 റുപ്യക്ക് 8 പീസായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നൊങ്കൊക്കെ വാങ്ങി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ പച്ചക്കറി കട കണ്ടിട്ടാ അങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി പച്ചക്കറി ഇട്ടാ. അപ്പം ഉമ്മ പറഞ്ഞ് ക്യാരറ്റ് വേങ്ങാൻ ജ്യൂസ് അടിച്ച് കുടിച്ചാണ്. അങ്ങനെ മിഥുവിനെ പറഞ്ഞയച്ചേന്നിട്ട് വില ചോദിച്ചാൽ വേണ്ടിയിട്ട്. അങ്ങനെ മോന് ക്യാരറ്റൊക്കെ വേഗിയാണ്. പിന്നെ അവിടുന്ന് തന്നെ എന്താ പറയുക ക്യാരറ്റും വേങ്ങി ഞങ്ങൾ പോകുന്നു. പിന്നെ ഞാൻ നൊങ്ക് ഇബൽക്കൊക്കെ കൊടുക്കുന്ന വീഡിയോ എടുത്തിരുന്നു, പക്ഷേ സ്വിച്ച് നിൽക്കാൻ മറന്ന്, അതായത് വീഡിയോ ഓണാക്കാൻ മറന്ന്. അതാണ് ഉണ്ടായത് കേട്ടോ. അങ്ങനെ പിന്നെ ഓൽക്കൊക്കെ നൊങ്കെടുത്ത് ഓലൊക്കെ തീറ്റ കഴിഞ്ഞിട്ടാ. പിന്നെ അതിൻ്റെ കവർ എൻ്റെ അടുത്തേന്ന് എനിക്ക് നല്ല പൂതി. അങ്ങനെ പിന്നെ ആ നൊങ്ക് തീറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ആപ്പാപ്പ പഴം വാങ്ങാൻ വേണ്ടി പോയതാട്ടെ. ചെറുപ്പഴത്തിന് പോയത്. അപ്പോൾ അവിടെ ചെറുപ്പഴമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ കാടമ്പുഴ എത്തിയപ്പോൾ ചോറ് നച്ചിട്ട് ഇറങ്ങിയിട്ടാ. അങ്ങനെ കാരണം നമ്മൾ നേരത്തെ എന്താണ് ഞങ്ങൾ ചായ അല്ല എന്താ പറയുക ലൈമും സമൂസയൊക്കെ അല്ലേ കുടിച്ചത്. അതട്ടോ പള്ളിക്കൊന്നും ആയിട്ടില്ല. ഞാൻ 2 ഓർഡർ ചെയ്തു, പക്ഷെ 1 തിന്നിട്ടുള്ളൂ. എനിക്ക് ആ സമൂസ ഇഷ്ടമായില്ല. അങ്ങനെ ഒന്നിൻ്റെ അമ്മാക്കനെ കൊടുത്തിട്ടാ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇരുന്നുണ്ടായി ബിരിയാണിയൊക്കെ കൂടി ഞാൻ തിന്നു. വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി കാട്ടിയതാട്ടോ. അതിൻ്റെ പകുതിയായിട്ടേ ഞാൻ തിന്നിട്ടുള്ളൂ. അങ്ങനെ പിന്നെ എന്തായാലും ബിരിയാണി തീറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പെരേക്ക് തിരിച്ചു പോന്നിട്ടോ. അങ്ങനെ കരേക്കാട് എത്തിയപ്പോൾ ഇതാട്ട അവസ്ഥ. മുന്നിൽ ഇരുന്നിട്ട് കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചനയിലാട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചേണ്ടിക്ക് എത്തിയിട്ട് പിന്നെ ഞങ്ങൾ അക്ഷയയിൽ പോയിട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആധാർ പുതുക്കിയപ്പോൾ എൻ്റെ പഴയ നമ്പർ ആയിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചായിട്ടുള്ളൂ എൻ്റെ നമ്പർ മാറ്റിയിട്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ നമ്പർ ആധാറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിരുന്നിട്ട്. കാരണം ആധാർ അംഗൻവാടി കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിലും എൻ്റെ പഴയ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ OTP കാര്യങ്ങളൊക്കെ പഴയ നമ്പർക്ക് പോകാറുണ്ട്. അപ്പോൾ നമ്പർ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോഴത്തെ നമ്പറാക്കാൻ വേണ്ടിയിട്ട് അക്ഷയയിൽ പോയി അതൊക്കെ ശരിയാക്കി. പിന്നെ അമ്മ പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോയിട്ട്. അങ്ങനെ ഞങ്ങൾ സ്ഥിരം അധികം ഇവിടുന്ന് തന്നെ കേട്ടോ പച്ചക്കറിയൊക്കെ വാങ്ങൽ. അങ്ങനെ പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ പെരേക്ക് തിരിച്ചു പോന്നിട്ടാ.
ഹലോ പെരേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കിട്ടിയാൽ മതി, ഒന്ന് കടന്നാൽ മതിച്ചിട്ട് എന്നിട്ടാ. കാരണം ഹവ്വല് സുബൈക്ക് രാവിലെ തന്നെ മാറ്റി ഒരുങ്ങി ചായ അടിച്ച ഒരു പോക്കാണ്ട് പോയത്. അങ്ങനെ പിന്നെ എൻ്റെ ബാഗും കുപ്പിയും വെള്ളമൊക്കെ പിടിച്ചാനിട്ട് മിതു വൈത്താലം വന്നിരിക്കണത്. ഓനക്ക് പെരയിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബോറടിയാണ് പറഞ്ഞിട്ട് ഓനോട് ഉമ്മ പറഞ്ഞു ഉമ്മാൻ്റെ കുടിക്ക് പോയി അവിടെ കുട്ടികളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ. പക്ഷെ ഓനക്ക് ഞങ്ങളെ വൈത്താലം പോകാനേ കഴിയുള്ളൂ കേട്ടോ. ഞങ്ങളെ വൈത്താലം പോകുന്നപ്പോൾ ഓനക്ക് പണി കിട്ടി, എൻ്റെ ബാഗും വെള്ളക്കുപ്പിയൊക്കെ പിടിച്ചാൻ ഓനെ ഏൽപ്പിച്ചിട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും പെരേക്ക് എത്തിയപ്പോൾ കുറേ സമാധാനമായിട്ട്. കാരണം ഒന്ന് വേഗം കടക്കാലോ വെച്ചിട്ട് രാവിലെ കണ്ട് മാറ്റി ഒരുങ്ങി പോയതല്ലേ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ലോകം എന്ന് പറയുന്നത് അതൊക്കെ തന്നെ കേട്ടോ. പെരേനെ ചുറ്റാൻ പറഞ്ഞ ചെടികളും അതും ഇതൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ ആയിട്ടാ. അങ്ങനെ ഫുള്ള് ഫ്രൂട്ട്സുകളുടെ മരങ്ങളും പിന്നെന്താ കുറേ ചെടികളും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഓൾക്ക് ഇങ്ങനത്തെ ഒരു പിരാന്താട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ 2026 ഒന്നാം തീയതിക്കത്തെ ദിവസം ഇങ്ങനെ ആയിപ്പോയിട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം.